റായൻ ധനുഷിന്റെ രണ്ടാമത്തെ സംവിധാനം ചെയ്യുന്ന സിനിമ, 50ാമത്തെ ധനുഷിൽ അഭിനയിക്കുന്ന 50ാമത്തെ സിനിമ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമായിട്ട് ഇറങ്ങിയ സിനിമയാണ് റായൻ എന്ന് പറയുന്ന സിനിമ. സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് തുഷാര വിജയുണ്ട്, എസ്.ജെ. സൂര്യൻ, കാളിദാസ് ജയറാം, പിന്നെ സന്ദീപ് കിഷൻ പിന്നെ അപർണ ബാലമുരളി എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്റ്റോറി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അണ്ണൻ തമ്പി പാസം, അണ്ണൻ തങ്കച്ചി പാസം, അങ്ങനെ പാസങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ റിവെഞ്ച് നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. കൂടുതലായിട്ടുള്ള പ്ലോട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വയലൻസ് വയലൻസ് വയലൻസ്, ഇതും വയലൻസ് തന്നെയാണ്. ഒരു പൊളി ആക്ഷനാണ്, കിഡിലൻ ആക്ഷനാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫാസ്റ്റ് തന്നെ പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് കുറച്ചൊരു ലാഗ് പോലെ തോന്നിയെങ്കിലും പിന്നെ പൊളിച്ചടിക്കുക തന്നെ പറയാം. ഇൻട്രോൽ ബ്ലോക്കൊക്കെ സൂപ്പറായിരുന്നു. പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും ധനുഷ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ധനുഷിന്റെ ഒരു പടി മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് ആയിരുന്നു തുഷാര വിജയൻ്റെത്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ധനുഷിനെക്കാട്ട് ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. എസ്.ജെ. സൂര്യൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള വലിയ സംഭവമായിട്ടുള്ള റോളൊന്നുമല്ല, എന്നാലും അദ്ദേഹം കിടിലാക്കിയിട്ടുണ്ട്. പിന്നെ കാളിദാസ് ജയറാമും സൂപ്പറാക്കിയിട്ടുണ്ട്. സന്ദീപ് കിഷൻ നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അപർണ ബാലമുരളിക്ക് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും സിനിമയിൽ ഇല്ല എന്നുള്ളതാണ്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മ്യൂസിക്, റഹ്മാന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല, അവനെ കിട്ടില്ല. ഭയങ്കര എന്താ പറയുക, നല്ല രസമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. വളരെ രസമായിട്ട് തന്നെ സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ തിരക്കഥയിലാണ് കുറച്ച് പാളിച്ചകളായിട്ട് എനിക്ക് തോന്നിയ സംഭവം. മേക്കിംഗ് സൂപ്പറായിരുന്നു. പിന്നെ ധനുഷിൻ്റെ ആ ഒരു ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. സംഭവം കുറച്ച് പ്രഡിക്റ്റബിൾ ആണ്. ഇതുപോലുള്ള റിവെഞ്ച് സ്റ്റോറീസ്, ഈ കഥയൊക്കെ നമ്മൾ പറഞ്ഞു മടുത്ത ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും മേക്കിംഗ് കൊണ്ട് കിടിലാക്കിയ സിനിമയാണ് പിന്നെ എന്താ പറയുക ഈ ഒരു സിനിമ എന്നുള്ളത്, റായൻ എന്ന് പറയുന്ന സിനിമ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംവിധാന മികവ്, അതായത് ധനുഷിൻ്റെ ആ ഒരു ഡയറക്ഷൻ മികവ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ക്ലൈമാക്സിൽ വല്ലാത്തൊരു ഫീൽ ആയിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാം. ഇൻട്രോയിൽ ബ്ലോക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് വർത്ത് വാച്ചാണ്, തിയേറ്റർ വർത്ത് വാച്ച് മൂവി തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. BGM ഒക്കെ സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു എന്ന് പറയാം. എന്തായാലും തിയേറ്ററിൽ കണ്ടു നോക്കുക. ഫാമിലിയായിട്ട് കാണാൻ ശ്രമിക്കരുത്. സർട്ടിഫിക്കറ്റ് മൂവിയാണ്. ഭയങ്കര വയലൻസ് ആണ്. വയലൻസ് തന്നെയാണ്. പിന്നെ കുറേ തെറിവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയലൻസ് ഈ ചവര തെറിക്കുന്ന രീതിയിലുള്ള വയലൻസ് ആണെന്നുള്ളതാണ്. പിന്നെ അത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ധനുഷ് തന്നെയാണ് ഒരു വൗ ഫാക്ടറാണ് ആയിട്ട് ഈ സിനിമയിലുള്ളത്. ധനുഷും തുഷാര വിജയ് കിടു എന്ന് പറയാം. തുഷാര വിജയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു, കിടിലനായിരുന്നു എന്നുള്ളത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കിടിലൻ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ടെക്നിക്കൽ സൈഡും ഒക്കെ കിടിലാക്കിയിട്ടുണ്ട്. സെൽവരാഘവൻ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സെൽവരാഘവന്റെ ആ ഒരു ഡയറക്ഷൻ സ്റ്റൈലിലാണ് ഈ ഒരു സിനിമ പിന്നെ മേക്കിംഗ് എന്നുള്ളത്. ധനുഷിനെയാണോ അല്ലെങ്കിൽ ധനുഷിനെ സൈഡിലാക്കി സെൽവരാഘവനാണോ സംവിധാനം ചെയ്യുന്നത് അറിയില്ല. പക്ഷെ ആ ഒരു മേക്കിംഗ് സ്റ്റൈല്, ആ ഒരു ഡയറക്ഷൻ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ആ ഒരു സെൽവരാഘവൻ ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ധനുഷിന്റെ ഈ ഒരു സിനിമയ്ക്കുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. തിയേറ്റർ വർത്ത് വാച്ചാണ്, മസ്റ്റ് വാച്ച് എന്ന് പറയുമെങ്കിലും തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. എന്തായാലും ഒരു എബവ് ആവറേജ് മൂവിയാണ്. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിട്ട് കാണാതിരിക്കുക. അതേ പറയുക, ഫാമിലി ആയിട്ടൊന്നും പോയി കാണാൻ പറ്റുന്ന ഒരു പടമല്ല. വയലൻസ് ഉണ്ട്, ഒരുപാട് വയലൻസ് ഉണ്ട്. ഫാമിലി മീൻസ് കുട്ടികൾ, മെയിനായിട്ട് കുട്ടികൾ പോയിട്ട് കാണാതിരിക്കുക, കുട്ടികളെ കൂട്ടി പോയി കാണാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.